നമസ്കാരം. എസ് ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. കേരളത്തിലിപ്പോൾ ഒരു കേരള സ്റ്റോറിയെ ചൊല്ലി വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും തർക്കം ഉന്നയിച്ചിരിക്കുന്ന ഇടതുപക്ഷ നേതാക്കന്മാരാണ് എന്ന് മാത്രം. എന്നാൽ അങ്ങിങ്ങായി ചില UDF നേതാക്കന്മാർ അവരുടേതായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുമുണ്ട്. കേരളത്തിലുള്ള പ്രമുഖരായ പല നേതാക്കന്മാർക്കും എന്തോ കേരള സ്റ്റോറിയോട് ഒരല്പം മമത തോന്നുന്നുണ്ട്. എന്നാൽ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കേരള സ്റ്റോറിയല്ല, വെറുക്കപ്പെടുന്നവരെക്കുറിച്ച് പറയുന്ന കേരള സ്റ്റോറിയല്ല. ഇന്ന് പറയാനുള്ളത് സ്നേഹത്തിൻ്റെ ഒരു കേരള സ്റ്റോറിയെക്കുറിച്ചാണ്. ആ കേരള സ്റ്റോറി ആരംഭിക്കുന്നത് അങ്ങ് വയനാട്ടിൽ നിന്നാണ്. 2024 ജൂലൈ മാസം അവസാനിക്കുകയാണ്. ആ അവസാനത്തോടു കൂടി കുത്തിയൊലിച്ചു പോയത് ഒരു വലിയ ജനതയുടെ സ്വപ്നങ്ങളായിരുന്നു, അവരുടെ സമ്പാദ്യങ്ങളായിരുന്നു, അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രിയപ്പെട്ടവരായിരുന്നു. അന്ന് സർക്കാർ ഒരു തീരുമാനമെടുത്തു. പിണറായി വിജയൻ എന്നാണ് ആ സർക്കാരിന് നേതൃത്വം നൽകിയ ഒരു മനുഷ്യൻ്റെ പേര്, മുഖ്യമന്ത്രി. ക്യാപ്റ്റൻ എന്ന വിളിപ്പേര് പലരും ചാർത്തിക്കൊടുക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തുള്ളവർ പലപ്പോഴും അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ട്. കാരണഭൂതൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കി ചിരിച്ചിട്ടുണ്ട്, ട്രോളിയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും കൂസാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. നമുക്കറിയാം, പ്രളയം വന്ന് സർവ്വതും എടുത്തുകൊണ്ടുപോയ സാഹചര്യത്തിൽ ആ വീടുകൾ വൃത്തിയാക്കാൻ ആരുമില്ല. ആ ഒരു സാഹചര്യം കേരളത്തിന് നേരിടേണ്ടി വന്നു. പ്രളയം കയറി ഇറങ്ങിപ്പോയ വഴികളെല്ലാം ചെളി അടിഞ്ഞുകൂടി, അതോടൊപ്പം കിണറുകളെല്ലാം മൂടപ്പെട്ടു. ആ സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം വൃത്തിയാക്കണ്ടേ എന്ന് ചോദിച്ചു. അന്നേരം ആ മുഖ്യമന്ത്രി ഒറ്റ വാചകമേ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ ഒരുമിച്ച് അങ്ങ് ഇറങ്ങുകയല്ലേ എന്ന്. ആ ചോദ്യത്തിന് അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രിക്ക് ഊർജം കൊടുത്ത പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന ഒരു വലിയ പുരുഷാരമുണ്ടായിരുന്നു. 10,000-കണക്കിന് വരുന്ന പ്രവർത്തകർ, DYFIയുടെയും CPMൻ്റെയും വോളണ്ടിയർമാർ എന്ന് തന്നെ വിളിക്കാം. അവരെല്ലാം നിരന്ന് നിന്നങ്ങ് ഇറങ്ങിയതോടുകൂടി ആരുടെയൊക്കെ വീടുകൾ വൃത്തിയാക്കി എന്ന് ആർക്കും അറിയില്ല. പക്ഷേ വീടുകളെല്ലാം വൃത്തിയായി, കിണറുകളെല്ലാം വൃത്തിയായി. അങ്ങനെ അവർക്ക് പുതിയൊരു ജീവിതം സമ്മാനിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു വലിയ ജനത ആ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രചോദനം നൽകിയ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒറ്റ ആഹ്വാനം ഉണ്ടായിരുന്നുള്ളൂ, നമ്മളെന്താ ഒരുമിച്ചങ്ങ് ഇറങ്ങുകയല്ലേ എന്ന്. ആ ചോദ്യം എന്നും ഈ നാട്ടിലെ യുവാക്കളുടെയും CPM പ്രവർത്തകരുടെയും മനസ്സിൽ ഇപ്പോഴും ഒരു വലിയ രോമാഞ്ചത്തിന് കാരണമായി തന്നെ നിലനിൽക്കുകയാണ്. ആ മനുഷ്യൻ മറ്റൊന്നും ആരെയും കൂസിയില്ല, ധൈര്യമായി ഇറങ്ങിച്ചെന്നു, കോടതി വ്യവഹാരങ്ങൾ നടത്തി, ഒടുവിൽ ആ ഭൂമി വീണ്ടെടുത്തു. എവിടെയാണ്? കൽപ്പറ്റ ടൗണിനോട് ചേർന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റ്. അവിടെ വീട്, എന്നാൽ വീട് മാത്രമല്ല കേട്ടോ ഓടി ഒരുങ്ങുന്നത്. വീടിനപ്പുറത്തേക്ക് ആ വീടിനോട് ചേർന്ന് ഒരു കുടുംബത്തിന് താമസിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് താമസിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം? ജലസംഭരണി ഉൾപ്പെടെയുള്ള, ഡ്രെയിനേജ് പൈപ്പുകൾ ഉൾപ്പെടെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വിട്ടുകളയാത്ത രീതിയിൽ അതിശക്തമായി നിർമ്മിച്ചെടുക്കപ്പെട്ട ഒരു വലിയ ടൗൺഷിപ്പ് തന്നെയായിരുന്നു. ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയായി മാറാൻ സാഹചര്യമുള്ള ഒരു കേരള സ്റ്റോറി, ദ റിയൽ കേരള സ്റ്റോറി എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ വിദ്വേഷമില്ല. ഒരു ജനതയുടെ മുഴുവൻ സ്നേഹത്തിൻ്റെയും, ഒരു ജനതയുടെ മുഴുവൻ കരുതലിൻ്റെയും, ഒരു ജനതയുടെ മുഴുവൻ അർപ്പണ മനോഭാവത്തിൻ്റെയും നേർക്കാഴ്ചയാണ് വയനാട്ടിൽ 25-ാം തീയതി, അതായത് ഈ മാസം തിരിതെളിയാൻ പോകുന്നത്. ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു വലിയ മാതൃക. അവിടെ വർഗീയതയുടെ വിദ്വേഷമില്ല, അവിടെ പരസ്പരം രാഷ്ട്രീയത്തിൻ്റെ വിദ്വേഷമില്ല. കേരളത്തിലുള്ള ജനങ്ങൾ ആ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ അതേ വാചകം ഏറ്റെടുത്തു, നമ്മൾ ഒരുമിച്ചങ്ങ് ഇറങ്ങുകയല്ലേ എന്ന്. എല്ലാവരും ഒരുമിച്ചിറങ്ങി. മുഖ്യമന്ത്രിയുടെ CMDRF എന്ന് പറയുന്ന ഫണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ വന്നു മറിഞ്ഞു. അപ്പോഴും ചില പിന്തിരിപ്പൻ ഇരികാലികൾ പറഞ്ഞു, ഒരു രൂപ പോലും, ഒരു നയാ പൈസ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കരുത് എന്ന്. എന്നിട്ടും അത്തരം പിന്തിരിപ്പം മൂരാച്ചികളുടെ ഒന്നും വാക്കുകൾ ചെവിക്കൊള്ളാതെ കേരളത്തിലെ ജനങ്ങൾ സ്വന്തം സഹജീവികൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് കൈകോർത്തു. ആ കൈകോർത്ത് നിന്നതിൻ്റെ പരിണിത ഫലമാണ് ഫെബ്രുവരി മാസം 25-ാം തീയതി അവിടെ 175ഓളം വരുന്ന അതിജീവിതന്മാർക്ക്, അല്ലെങ്കിൽ അതിജീവിതർക്ക് വീടൊരുങ്ങുകയാണ്. കയറി കിടക്കാൻ ഒരു കൂര ഒരുങ്ങുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയി. ലിസ്റ്റ് എടുത്തു, 400-ലധികം ആൾക്കാരുടെ ലിസ്റ്റ് എടുത്തു. ആ ലിസ്റ്റിൽ നിന്നും വീട് വേണ്ട, ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് നോക്കിക്കോളാം എന്ന് പറഞ്ഞവരെ മാത്രം ഒഴിവാക്കി വിട്ടു. അവർക്കായി കരുതലിൻ്റെ ഒരു സ്നേഹഭവനങ്ങൾ ഒരുങ്ങുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് സത്യത്തിൽ.
എന്നാൽ മേപ്പാടിയിൽ ഇതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടത്, മുസ്ലിം ലീഗിൻ്റെ വീട്, നമ്മൾ ലീഗിനെ തള്ളി പറയുന്നില്ല, മുസ്ലിം ലീഗിൻ്റെ വീടും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അത് എന്നത്തേക്ക് കൊടുക്കാമെന്നുള്ള കാര്യത്തിൽ അതിൻ്റെ അന്തിമഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അവരും വീട് വെച്ചില്ല എന്നൊന്നും പറയുന്നില്ല. ഇതൊരു വാശിയുടെയോ വൈരാഗ്യത്തിൻ്റെയോ ഒന്നും ഒരു കഥയല്ല. സത്യത്തിൽ ഇവിടെ ഒരു സ്നേഹമാണ്, അല്ലെങ്കിൽ ഇവരെ എല്ലാവരും നമ്മൾ കരുതുന്ന പോലെ ഒരു ഒത്തൊരുമയുടെ പ്രതീകമാണ്. പക്ഷേ ആ ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൈകോർത്ത് നിൽക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒറ്റ ശക്തിയുള്ളൂ, അത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനെതിരെ എന്തെല്ലാം നുണപ്രചരണങ്ങൾ നടത്തി. CMDRF എന്ന് പറയുന്ന ഫണ്ടിലേക്ക് ₹1 നയാ പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞതിൽ പലരും ഇന്ന് മറ്റു പല പാർട്ടികളിലേക്കും ചേക്കേറി. അതായത് കോൺഗ്രസിനൊപ്പം നിന്ന് ഇന്ന് BJPയിലേക്ക് കയറുന്ന സ്ഥിതി. എന്നാൽ കേരളത്തിലുള്ളവർക്കൊന്നും അതൊന്നും കേൾക്കേണ്ടി വന്നില്ല. കേരളത്തിലുള്ളവർക്ക് എന്തോ മുഖ്യമന്ത്രി പിണറായി വിജയനെ അത്രത്തോളം വിശ്വാസമായിരുന്നു. എന്തുകൊണ്ട് ആ വിശ്വാസമുണ്ടായി? ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചു വന്ന വിശ്വാസമല്ല. കാരണം എന്താണ്? അഴിമതിക്കറ തൊട്ട് തീണ്ടാതെ, അഴിമതിയുടെ ലെവലേശമുള്ള മന്ത്രിമാരാരും ഈ പറയുന്ന മന്ത്രിസഭയിലില്ലാതെ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ, വകുപ്പുകളെ കൃത്യമായി ഏകോപിപ്പിക്കാൻ വേണ്ട ഒരു ശക്തിയും നേതൃപാഠവും കാണിച്ച ഒരു നേതാവ് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള കാര്യം ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോവുകയാണ്. അതാണ് ബാക്കിയുള്ളത്. അടുത്ത മാർച്ചോടുകൂടി ബാക്കിയുള്ളവർക്ക് കൂടി അവിടെ വീട് ലഭിക്കാൻ പോവുകയാണ്. ഇതാണ് കേരളത്തിൻ്റെ യഥാർത്ഥ റിയൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ. ഇതാണ് റിയൽ കേരള സ്റ്റോറി. അതിനിടയിൽ വെറുപ്പും വിദ്വേഷവും തൊഴുത്തിൽ കുത്തുമായി നിരവധി ആളുകൾ, ഇത് കേരളം അവരുടെ ഒന്നും അവർ ജനിച്ച മണ്ണേയല്ല എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് പലരും ഇന്നിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമുക്കറിയാം പ്രതിപക്ഷം എത്രത്തോളം ഇവിടെ ദുഷ്പ്രചരണങ്ങൾ നടത്തി. ഇതിലെ അബിൻ വർക്കിയെ പോലുള്ള, VD സതീശനെ പോലുള്ള, സണ്ണി ജോസഫിനെ പോലുള്ള, KC വേണുഗോപാലിനെ പോലുള്ള എത്രയോ നേതാക്കന്മാർ ഇവിടെ എന്തെല്ലാം പറഞ്ഞു വരത്തി. 1 വർഷം വേണ്ടി വന്നില്ലേ നിങ്ങൾക്ക് വീട് വയ്ക്കാൻ എന്ന് വരെ ചോദിച്ചു. അതേസമയം തിരിഞ്ഞൊന്നൊരു ചോദ്യം ചോദിച്ചാലോ, ഈ 1 വർഷത്തിനകത്ത് വെച്ച് ഈ സർക്കാർ എത്ര കോടതി വ്യവഹാരങ്ങൾ നടത്തി, എത്ര കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ചു? അതിനുശേഷമാണ് എസ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു ഭവന സമുച്ചയത്തിന് ടൗൺഷിപ്പിന് അനുമതി ലഭിക്കുകയും അത് നിർമ്മിച്ചു തുടങ്ങുകയും ചെയ്തത്. ഒരു മാതൃകാ ഭവനം ഉണ്ടാക്കി ജനങ്ങളെ കാണിച്ചു കൊടുത്തു, ദാ കിടക്കുന്നു, ഞങ്ങൾ ഇതാണ് വെക്കാൻ പോകുന്ന വീട്, ഇത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വീട്. അവിടെ നിലവാരം കുറഞ്ഞ ഒരു തരി സാധനം ഉപയോഗിക്കാൻ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. എല്ലാം വില കൂടിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ മൾട്ടി ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ആ വീട്ടിലെ ഓരോ വാഷ് ബേസിൻ്റെ ടാപ്പ് പോലും നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കൊണ്ടുവന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. കോൺക്രീറ്റിന് ഉപയോഗിച്ചിരിക്കുന്നതും വില കൂടിയ അതേ മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഒരു പിശുക്കും ഒരിടത്തും കാണിച്ചിട്ടില്ല. ഇനിയൊരു ഭൂചലനം ഉണ്ടായാൽ പോലും പ്രതിരോധിക്കാൻ തക്ക ശേഷിയുള്ള നിർമ്മിതികൾ തന്നെയാണ് അവിടെ നടന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനിടയിൽ ഇവിടെ അഴിമതി ആരോപണം, അവിടെ കോടിക്കണക്കിന് രൂപ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അടിച്ചുകൊണ്ട് പോകുന്നു. എന്തൊക്കെ ആരോപണങ്ങളാണ്! അങ്ങനെ നിരന്തരമായി ഉണ്ടായ ആരോപണങ്ങളും ആക്രമണങ്ങളും എല്ലാം മറികടന്നുകൊണ്ടാണ് സത്യത്തിൽ ഫെബ്രുവരി മാസം 25 വയനാട്ടിൽ ഇങ്ങനെയൊരു ടൗൺഷിപ്പ് പദ്ധതി ഉയരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, കേരളത്തിൽ ഇങ്ങനെ ഒരു സർക്കാർ ഇല്ലായിരുന്നുവെങ്കിൽ, അതായത് ഇങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ ശങ്കുറപ്പോടുകൂടി നിൽക്കുന്ന ഒരു സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്നേ കടപുഴകി വീണുപോയെന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പലർക്കും അങ്ങനെ ഒരു തോന്നലുണ്ടാകാം. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരാളായിരുന്നു കേരളം ഭരിച്ചിരുന്നതെങ്കിൽ ഈ കേരളത്തിൻ്റെ ഗതി മറ്റൊന്നാകുമായിരുന്നു. പ്രളയം 2018 ആഞ്ഞടിക്കുന്ന ആ വേളയ്ക്ക് ശേഷം പിന്നീട് കേരളം ഒന്ന് എഴുന്നേറ്റ് നട്ടെല്ല് നിവർത്തി നിൽക്കാൻ നന്നേ പാടുപെടേണ്ടിയിരുന്നേനെ. അതിനെയെല്ലാം മറികടക്കാൻ നമുക്ക് ഊർജ്ജമായി മാറിയത് കൃത്യസമയത്ത് എല്ലാ വകുപ്പുകളെയും ക്രോഡീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഒരു ഇടപെടൽ നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെയാണല്ലോ ആ മുഖ്യമന്ത്രിയുടെ ഒരു വാക്ക് കേട്ടിട്ട് തന്നെയല്ലേ അങ്ങ് മലയോര മേഖലകളിൽ മലവെള്ളം കുത്തിയൊലിച്ചു വരുന്ന അതിലേക്ക് സ്വന്തം വള്ളങ്ങളും ഫൈബർ ബോട്ടുകളും എടുത്തുകൊണ്ട് നമ്മുടെ തീരദേശത്ത് താമസിക്കുന്ന നമ്മുടെ സ്വന്തം പടയാളികൾ, സ്വന്തം നാവികസേന അവർ അങ്ങ് ഇറങ്ങുകയായിരുന്നില്ലേ? ആരാഹ്വാനം ചെയ്തു? മുഖ്യമന്ത്രി ഒന്നേ പറഞ്ഞുള്ളൂ, നമ്മുടെ സഹോദരങ്ങൾ. ആ സഹോദരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങ് കിഴക്കേ അറ്റത്ത് കിടക്കുന്ന മലവെള്ളപ്പാച്ചിനിടയിലേക്ക് സ്വന്തം ഫൈബർ ബോട്ടുകളും എടുത്തുകൊണ്ട് രായ്ക്ക് രാമായണം ഇറങ്ങിയവരാണ്. അതാണ് മലയാളികളുടെ ഒരേ ഒരു മനസ്സ്. ഇതല്ലേ നമ്മുടെ യഥാർത്ഥത്തിലുള്ള കേരള സ്റ്റോറി. ആ ഒരു അവസ്ഥയിൽ നിന്ന് പ്രളയം ഒലിപ്പിച്ച് നമ്മുടെ നാടിനെ തകർത്തതിൽ നിന്ന് നമ്മൾ തിരിച്ചു വന്നു. ഒട്ടും താമസിയാതെ വീണ്ടും അടുത്തൊരു ദുരന്തം നമ്മളിലേക്ക് വന്നു ചേരുകയാണ്. ലോകമെല്ലാം ആ ദുരന്തം എത്തിയപ്പോൾ വീണ്ടും ഒരു ദുരന്തം കൂടി നമ്മുടെ ഇടയിലേക്ക് വന്നു. അതാണ് കോവിഡ്. ആ കോവിഡിനെ നമ്മൾ പ്രതിരോധിച്ചു, ചെറുത്ത് തോൽപ്പിച്ചു, പൊയ്ക്കോളാൻ പറഞ്ഞു ഇവിടുന്ന്. ഇവിടെ വന്ന സാഹചര്യത്തിൽ നമ്മളെല്ലാം പൂട്ടിയിടുകയായിരുന്നു. വീടിനുള്ളിൽ നിങ്ങൾ ആരും പുറത്തേക്ക് ഇറങ്ങരുത്,
എന്ന് പറഞ്ഞുകൊണ്ട് പൂട്ടിയിട്ട ഒരവസ്ഥ. നിത്യജോലിക്ക് പോയിക്കൊണ്ടിരുന്ന പലരും വീടിനുള്ളിൽ മടി പിടിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ നിത്യച്ചെലവിന് വക കണ്ടെത്താതെയോ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലം. അന്ന് ചക്ക, പ്ലാവ് ഇതൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ ട്രോളുകൾ നിറഞ്ഞിരുന്നത് അല്ലേ? ഏറ്റവും കൂടുതൽ ചക്ക വിഭവങ്ങൾ നമ്മൾ കഴിച്ചത് ഒരുപക്ഷെ കോവിഡ് കാലത്തായിരിക്കും. പക്ഷേ അവിടെയും നമ്മൾ തോറ്റില്ല. നമ്മുടെ വീടുകളിലേക്ക് യഥാസമയം ആഹാര സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്നു ഒരു പറ്റം വാളണ്ടിയർമാർ. ആ വാക്കുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചോദനം നമുക്ക് നൽകിയത് ഒരുപക്ഷെ ഈ ഒരു മുഖ്യമന്ത്രി തന്നെയായിരിക്കും, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി. ഒരുപക്ഷെ അദ്ദേഹമല്ല മറ്റൊരാളായിരുന്നു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരന്മാരെയും വഴിയിലെങ്ങും കാണില്ലായിരുന്നു. CFLTC പോലെയുള്ള കേന്ദ്രങ്ങളിൽ അവിടെ നമ്മൾ നോക്കിയാൽ കാണാം. അവിടെ പോയി കിടന്നിട്ടുള്ളവർക്കറിയാം. അവിടെ എപ്പോഴും സേവന സന്നദ്ധരായി നിന്ന നമ്മുടെ ചെറുപ്പക്കാരെ അവിടെ കാണാം. അവരൊക്കെ DYFIയുടെ പ്രവർത്തകരായിരുന്നു എന്ന് പറയുമ്പോൾ അവരെത്രത്തോളം സേവന സന്നദ്ധരായിട്ടാണ് അവിടെ നിന്നതെന്ന് നമുക്ക് അവിടെ CFLTCകളിൽ കുറേ ദിവസം താമസിച്ചുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ചിലപ്പോഴൊക്കെ മാസ്ക് വെക്കാതെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മുറികളുടെ ഡോറിൽ വന്നിട്ട് അവർ ആഹാരം കൊണ്ടുതരാൻ വേണ്ടി നമ്മുടെ വാതിൽ മുട്ടും. നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ നിങ്ങൾ മാസ്ക് വെച്ചുകൊണ്ട് വരാൻ പറയും. നമ്മൾ കോവിഡ് പേഷ്യൻ്റാണ്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യം എന്താണെന്നറിയാമോ? അവരെന്നിട്ട് അതിന് വിശദീകരിച്ചു തരും. നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടോ അമർഷം കൊണ്ടോ അല്ല, അല്ലെ നിങ്ങൾ തൊടാജാതികളായതുകൊണ്ടല്ല. കാര്യം നിങ്ങൾ മാസ്ക് വെച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ രോഗമുണ്ടാകും. ആ രോഗം വന്നാൽ നിങ്ങൾക്ക് നാളെ ആഹാരം കൊണ്ടുതരാൻ ഇവിടെ വേറെ ഉണ്ടാകില്ല എന്ന് നിങ്ങൾ ഓർക്കണം എന്ന് മാത്രമാണ് അവർ സ്നേഹത്തോടു കൂടി അതിന് പറയുന്ന മറുപടി. ഇതൊക്കെയായിരുന്നു നമ്മുടെ കേരളം കണ്ടത്. കുരങ്ങുകൾക്ക് പോലും ആഹാരം കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ച ഒരു മുഖ്യമന്ത്രി. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിരിക്കും. ആ ചരിത്രമാണ് നമ്മൾ 25-ാം തീയതി കാണാൻ പോകുന്നത്. വീണ്ടും ഒരു വലിയ ചരിത്രത്തിലേക്ക് നമ്മൾ നടന്നു കയറുകയാണ്. ആ ചരിത്ര മുഹൂർത്തം സത്യത്തിൽ കേരളം മുഴുവൻ ഒരുപക്ഷെ ആഘോഷിക്കേണ്ടതാണ്. നിങ്ങൾ ഓരോരുത്തരും മുഖ്യമന്ത്രിയുടെ കൈകളിലേക്ക് സുരക്ഷിതമെന്ന് കരുതി നിങ്ങൾ ഏൽപ്പിച്ച നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന 1 രൂപ നാണയങ്ങൾ പോലും അവിടെ ആ ഓരോ വീടിൻ്റെ ഓരോ ഇഷ്ടികകളിലും ഓരോ തരി മണ്ണിലും എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത നമ്മളെല്ലാവരും ഓർത്തുകൊള്ളുക. ഇത് നമ്മളുടെ സ്നേഹത്തിൻ്റെ ഒരു വലിയ മാതൃകയാണ് നമ്മൾ ഇനി ഫെബ്രുവരി മാസം 25-ാം തീയതി കാണാൻ പോകുന്നത്. ഒരുപക്ഷെ ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ, അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ പറയുന്ന ഇടതുപക്ഷത്തെ ഹൃദയപക്ഷം എന്ന് നമ്മൾ വിളിച്ചു പോരുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു മുഖ്യമന്ത്രി അല്ലായിരുന്നു നമുക്ക് ഒപ്പം ഉണ്ടായിരുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മൾ എന്നേ കാലിടറി വീണേനെ. കോവിഡിന് മുമ്പിൽ നമ്മൾ പകച്ചു നിന്ന് പോയേനെ. പ്രളയം ഇരമ്പി തിരിച്ച് എത്തിയപ്പോൾ നമ്മൾ അതിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച് വീണേനെ. അതുമല്ലെങ്കിൽ ഈ ഇരച്ചാർത്തെത്തിയ മലവെള്ളപ്പാച്ചിലിന് മുന്നിൽ, ഈ പറയുന്ന ഉരുൾപൊട്ടലിന് മുമ്പിൽ നമ്മൾ പകപ്പോടുകൂടി അങ്കലാപ്പോടുകൂടി നിന്നേനെ. നമ്മളിനി എന്ത് ചെയ്യും? നമുക്ക് കേന്ദ്ര സർക്കാർ ഒന്നും തന്നിട്ടില്ല. തന്നത് ആകെപ്പാടെ 529 കോടി രൂപ വെറും വായ്പ എന്നുള്ള നിലയിൽ നമുക്ക് തന്ന റേഷന് പോലും കേന്ദ്ര സർക്കാർ നമ്മുടെ കുത്തിന് പിടിച്ച് കണക്ക് പറഞ്ഞ് തിരികെ പണം വാങ്ങി. എയർലിഫ്റ്റ് ചെയ്തതിൻ്റെ പണം മുഴുവൻ തിരിച്ചു വാങ്ങി. ഇതെല്ലാം ചെയ്ത ഒരു കേന്ദ്ര സർക്കാരിന് മുന്നിലും ഞാനുണ്ട് നിങ്ങളെ, അല്ലെങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം എന്ന് ശക്തമായി നമ്മളെ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തന്ന് നമ്മുടെ മുന്നിൽ നിന്ന ഒരു സർക്കാർ തന്നെയാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തെ ഭരിച്ചത് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. അപ്പോൾ നമുക്ക് പോകാം നമ്മുടെ ആ ചരിത്ര മുഹൂർത്തത്തിലേക്ക്. ഈ മാസം ഫെബ്രുവരി 25-ാം തീയതി കേരളത്തിൻ്റെ ആദ്യത്തെ ടൗൺഷിപ്പ് പദ്ധതിയിലേക്ക്, അതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക്, ഭവനദാനത്തിലേക്ക് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൈകോർത്ത് നിന്ന് അതിന് അഭിവാദ്യം അർപ്പിക്കാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.